ഈ കേരളത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാകണം എന്നാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ചിന്ത. ഞങ്ങൾ ശ്രീമാൻ വി.ഡി. സതീശനെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, അദ്ദേഹം മടിയിലിരുത്തിയിട്ടുള്ളത് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെയാണ്. ആ ജമാഅത്ത് ഇസ്ലാമിയെ മടിയിലിരുത്തിക്കൊണ്ട് തീവ്രവാദ സംഘടനയായിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമി പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വെല്ലുവിളിയാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ഭരണഘടനയുണ്ട്. അവർ മതരാഷ്ട്രവാദത്തിൽ വിശ്വസിക്കുന്നവരാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് മുൻ കോൺഗ്രസിന്റെ ലീഡറും കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ടുള്ള ശ്രീമാൻ ഉമ്മൻചാണ്ടി ഹൈക്കോടതിയിൽ ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. ആ അഫിഡവിറ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: ജമാഅത്ത് ഇസ്ലാമി എന്ന സംഘടനയുടെ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയോട് അവഗണന കാണിക്കുകയും ദേശീയ താൽപര്യത്തിനെതിരെ ചിന്തിക്കാൻ അനുയായികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ് എന്ന് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടി അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിലപാടിനെ തള്ളിപ്പറയുകയാണോ കേരളത്തിൽ? ആ ചോദ്യം ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തുകയാണ്. രണ്ടാമതായി, മുസ്ലിം യുവാക്കളെ മുഖ്യധാരയിൽ നിന്ന് വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന ആശയം കേരള സമൂഹത്തിന് ജമാഅത്ത് ഇസ്ലാമി വെല്ലുവിളിയോടെ ഉയർത്തുകയാണ് എന്ന് സമസ്തയുടെ സമ്മേളനം കേരളത്തിന്റെ പൊതുസമൂഹത്തോട് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ആശയ ചിന്താഗതിയുള്ള കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു മതരാഷ്ട്ര സിദ്ധാന്തത്തെ അംഗീകരിക്കുന്ന ഒരു സംഘടനയെ മടിയിലിരുത്തിക്കൊണ്ട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആഗ്രഹിക്കുന്നത് ഇവിടെ മുസൽമാനും ക്രിസ്ത്യാനിയും ഹിന്ദുവും അതിൽ തന്നെ NSSും SNDPയും KPMSും പുലയ മഹാസഭയും ഒക്കെ പരസ്പരം അടിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള ഒരു വ്യാമോഹമാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത്. ഇത് അത്യന്തം ലജ്ജാകരമാണ് എന്ന് ബഹുമാനപ്പെട്ട വി.ഡി. സതീശനെ ഓർമ്മപ്പെടുത്താൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്.